Hello students, so let us discuss about the froth flotation process. നമ്മുടെ സെപ്പറേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്. അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൻ്റെ കേസിൽ ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് നമ്മൾ ജനറലി ഏത് കേസിലാണ് യൂസ് ചെയ്യാറ്? ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ മെറ്റൽ സൾഫൈഡ്സ്. മെറ്റൽ സൾഫൈഡ് ഓർസിൻ്റെ കേസിലാണ് നമ്മൾ ഏത് ഉപയോഗിക്കാറ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് ഉപയോഗിക്കാറ്. നമ്മൾ എക്സാമ്പിൾ പറയാച്ചാൽ CuFeS2. ഇതെന്താണ്? ദിസ് വൺ ഈസ് അവർ കോപ്പർ പൈറൈറ്റ്. കോപ്പർ പൈറൈറ്റിൻ്റെ കേസിൽ സിമിലർലി സിങ്ക് സൾഫൈഡിൻ്റെ കേസിൽ ലെഡ് സൾഫൈഡിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറ്? നമ്മുടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യാറ്. സോ ദിറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്താണ്? ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെറ്റൽ സൾഫൈഡ് ഓർസ്. ഇനി ഇതിൽ അടുത്ത പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു മെറ്റൽ സൾഫൈഡ് ഓർസിൻ്റെ കേസിലാണ് യൂസ് ചെയ്യാറ്. ഇതേപോലെ തന്നെ ഫോർ ദിസ് മെത്തേഡ് എന്താണ് നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ എന്ത് പറയാം? മെറ്റൽ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ഇംപ്യൂരിറ്റി. ഇതിലുള്ള ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മുടെ ഓർ പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽ പാർട്ടിക്കിൾസ് എന്താണ്? ദേ ആർ ലൈറ്റർ ദാൻ ഇംപ്യൂരിറ്റീസ്. നമ്മൾ ഇനി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് പറയാച്ചാൽ നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് ആക്ച്വലി ഇതേപോലെ ഇറ്റ് ഈസ് ടേക്കൺ ഇൻ എ കണ്ടെയ്നർ. നമ്മുടെ പൗഡേർഡ് ഓർ ഈസ് ടേക്കൺ ഇൻ എ കണ്ടെയ്നർ. നമുക്കറിയാം ഓറിനെ എങ്ങനെയാണ് നമ്മൾ പൗഡർ ചെയ്യുക? ബൈ ക്രഷിങ് അല്ലേ? സോ പൗഡേർഡ് ഓർ സൊല്യൂഷൻ നമ്മൾ എടുത്തു. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫാൻ വെച്ചിട്ട് വളരെ ഹൈ സ്പീഡിൽ എയർ ബ്ലോ ചെയ്തിട്ട് ഒരു ഫാൻ വെച്ചിട്ട് എന്താണ് അജിറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. ഈ ഫാൻ വളരെ ഹൈ സ്പീഡിൽ അജിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് എന്തായിട്ട് വരും? ഫ്രോത്ത് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് പതയായിട്ട് പതഞ്ഞിട്ട് ഓർ പാർട്ടിക്കിൾസ് ഇതിൻ്റെ സർഫേസിലേക്ക് വരും. ഈ സർഫേസിലേക്ക് വരുന്ന ഓർ പാർട്ടിക്കിൾസിനെ കണ്ടെയ്നറിന്റെ അടുത്ത പാർട്ടിൽ കളക്ട് ചെയ്യാണ് ചെയ്യാറ്. സോ ഓർ പാർട്ടിക്കിൾസ് എന്താ പറഞ്ഞത്? വളരെ ഹൈ സ്പീഡ് ഫാൻ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓർ പാർട്ടിക്കിൾസ് സൊല്യൂഷൻ ആയിട്ടായിരിക്കും പൗഡേർഡ് ഓർ, അത് ഫ്രോത്ത് ആയിട്ട് മീതയ്ക്ക് വരും. ആ ഫ്രോത്തിനെ നമ്മൾ വേറൊരു പാർട്ടിൽ കണ്ടെയ്നറിന്റെ കളക്ട് ചെയ്തിട്ട് ഈ ഫ്രോത്തിനെ എന്താണ് ചെയ്യുക? ദ ഫ്രോത്ത് ഈസ് ഡ്രൈഡ് അണ്ടർ സൺലൈറ്റ്. ഫ്രോത്തിനെ നമ്മൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്ത് കിട്ടും? നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള മെറ്റൽ സൾഫൈഡിന്റെ ഓർ പാർട്ടിക്കിൾ കിട്ടും. ഇനി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ഇതേപോലെ അജിറ്റേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ ചില സബ്സ്റ്റൻസസ് ആർ റിക്വയർഡ് ഫോർ ദിസ് പ്രോസസ് ടു ഒക്കർ. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഫ്രോത്തേഴ്സ്. എന്താണ് ഫ്രോത്തേഴ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ പൗഡേർഡ് ഓർ ആജിറ്റേറ്റ് ചെയ്താൽ ഫ്രോത്ത് ആയി വരും. സോ ഈ ഫ്രോത്ത് ആയി വരാൻ വേണ്ടി അല്ലെങ്കിൽ പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് പൗഡേർഡ് ഓറിനെ സഹായിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രോത്തേഴ്സിന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഫ്രോത്തേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് helps to make froth in water are known as എന്താണ്? ഫ്രോത്തേഴ്സ്. നമ്മൾ ഫ്രോത്തേഴ്സിന്റെ കോമൺ എക്സാമ്പിൾ എടുക്കുക വെച്ചാൽ നമ്മുടെ camphor oil is an example for frother. Similarly, pine oil is also an example for frother. Second one is our froth stabilizer. നമ്മൾ പറഞ്ഞു ഫ്രോത്ത് ഫോം ചെയ്യണം. പക്ഷെ നമ്മുടെ ഫോം ചെയ്തിരിക്കുന്ന ഫ്രോത്ത് പെട്ടെന്ന് തന്നെ അതെന്താണ്? അത് മാറിപ്പോവാച്ച അല്ലെങ്കിൽ ഫ്രോത്ത് ആയി മാറുന്നില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഫ്രോത്ത് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് അല്ലെങ്കിൽ എന്താണ് ഫോം ചെയ്ത ഫ്രോത്ത് കുറേ നേരം വരെ അതേപോലെ തന്നെ ഫ്രോത്ത് ആയിട്ടില്ലെങ്കിൽ പതഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സിന് പറയാറ്. സോ വാട്ട് ആർ ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് froth stabilizers are the substance which can increase the life period of froth. ഫോം ചെയ്യണ ഫ്രോത്തിനെ കുറേ നേരം വരെ തന്നെ പതഞ്ഞ് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ ഫ്രോത്ത് സ്റ്റെബിലൈസർ. എക്സാമ്പിൾ ഫോർ ഫ്രോത്ത് സ്റ്റെബിലൈസർ ഈസ് ആനിലീൻ ആൻഡ് ക്രിസോൾ. എക്സാമ്പിൾസ് ഒക്കെ എല്ലാവരും പഠിച്ചു വെക്കുക. എക്സാമ്പിൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതാണ്? ആനിലീൻ, ക്രിസോൾ ആർ ദ എക്സാമ്പിൾ ഫോർ ഫ്രോത്ത് stabilizers. Third point is an important one, which is our collector, or it is also known as surfactant. Collector or surfactant. ഇനി എന്താണ് ഈ collector or surfactants? Let us see. The collector or surfactants are the substance which helps to collect the froth.
which helps to collect the froth. ഇല്ലെങ്കിൽ ഒന്നും കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യാച്ചാൽ surfactants are the substances on which the adsorption of ore particles on the surface of froth takes place. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സർഫെക്റ്റൻസ് എന്ന് പറയാം. നമുക്ക് ഈ ഡെഫിനേഷൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. Let us take an example for collector is sodium ethyl xanthate. This one is an example for collector. Similarly, one more example is there, sodium lauryl sulfate. These are the example for collector. ഇനി എന്താണ് collector എന്ന് നോക്കാം. നമുക്ക് collector എന്താണെന്ന് നോക്കണം. ഈ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സോഡിയം ഇഥൈൽ xanthate നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് C2H5O C double bond S S minus Na plus. This is the representation for ഏതാണ്? സോഡിയം ഇഥൈൽ xanthate. സോ നമുക്ക് ഇതിൽ നോക്കാം. ഇതിലൊരു എന്തുണ്ട്? ഒരു alkyl പാർട്ടും ഉണ്ട്, ഒരു ചാർജ് പാർട്ടും ഉണ്ട്. ഓർ we can also write it as എന്താണ്? It can be written as ROC double bond S S minus. ഇവിടെ നോക്കുക, നമ്മുടെ this one, നമ്മുടെ R group, alkyl part is our hydrophobic part. This one is our hydrophobic part. And this part, ഇത്രയും പാർട്ട്, ഇതാണ് നമ്മുടെ എന്ത് പാർട്ട്? It is our hydrophilic part, or we can say that it is our എന്ത് പാർട്ടാണ്? It is our polar part. നമ്മൾ സർഫേസ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക്. ഹൈഡ്രോഫിലിക് പറഞ്ഞ എന്താണ്? വാട്ടർ ലവിങ്. ഹൈഡ്രോഫോബിക് പറഞ്ഞ എന്താണ്? വാട്ടർ റിപ്പലൻസിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ഹൈഡ്രോഫോബിക് പാർട്ട് എന്ന് പറയാറ്. സോ ഇവിടെ നോക്കുക, നമ്മൾ ഒരു ഓർ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഓർ പാർട്ടിക്കിൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലെഡ് PbS ആണ് എടുത്തിരിക്കുന്നത് വിചാരിക്കാം. നമ്മുടെ ഓർ പാർട്ടിക്കിളിൽ ഒരു ചാർജ് ഉള്ള കാരണം കൊണ്ട് ഈ ഹൈഡ്രോഫിലിക് പാർട്ടാണ് എങ്ങോട്ട് വന്ന് അറ്റാച്ച് ചെയ്യാം. നിങ്ങൾ ദിസ് വൺ, ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി ഓൾസോ റെപ്രസെന്റഡ് ലൈക്ക് ദിസ് അല്ലേ? OC double bond S S minus, where this is our hydrophobic and this is എന്താണ്? polar. This is our polar part. അപ്പം നമ്മുടെ ഓർ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പൗഡേർഡ് ഓറുള്ളിൽ നമ്മൾ ഈ കളക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർ പാർട്ടിക്കിൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലെഡ് സൾഫൈഡ് ആണ് എടുക്കണ വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ചാർജിന്റെ ഒപ്പം ഓപ്പോസിറ്റ് ചാർജുള്ള ഏത് പാർട്ടായിരിക്കും? ദിസ് വൺ. ഈ ഒരു പാർട്ട് വന്ന് എന്തായിരിക്കും? അറ്റാച്ച് ചെയ്യും. എന്താണ് ഈ പാർട്ട്? ദിസ് ഇസ് അവർ പോളാർ പാർട്ട് അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് പാർട്ട്. അപ്പൊ ഇത് ഓറിനോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാർട്ട്? ഇത്രയും നമ്മൾ ഡോട്ടഡ് സർക്കിളിൽ റെപ്രസെന്റ് ചെയ്ത പാർട്ട് ഓറിനോട് അറ്റാച്ച് ചെയ്തു വിചാരിക്കുക. അപ്പൊ പുറത്തേക്ക് പിന്നെ എന്താ ഉള്ളത്? നമ്മുടെ ഹൈഡ്രോഫോബിക് പാർട്ടാണ് പിന്നെ ഓറിന്റെ എന്തിലേക്കുള്ളത്? നമ്മുടെ പുറത്തേക്കുള്ളത്. ഇനി ഇവിടെ നോക്കുക, ഇത് ഏത് പാർട്ടാണ്? ദിസ് വൺ ഈസ് അവർ ഹൈഡ്രോഫോബിക് പാർട്ട്. ഹൈഡ്രോഫോബിക് പാർട്ട് പറഞ്ഞ എന്താണ്? വാട്ടർ റെപ്പലന്റ് പാർട്ടാണ്. അപ്പൊ ഇതുവരെയും വെള്ളത്തില് സൊല്യൂബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ രൂപത്തിലെടുത്ത ഓർ പാർട്ടിക്കിളിൽ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്? ഈ ഓർ പാർട്ടിക്കിളിന്റെ വാട്ടർ റിപ്പലന്റ് ഇതില്ലെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും? ഇറ്റ് ബിക്കംസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. കാരണം എന്താണ്? ഏത് ഭാഗമാണ് അതിന്റെ പുറത്തേക്കുള്ളത്? hydrophobic part ആണ് ഉള്ളത്. So as a result of which by the addition of this collector ഇത് froth ആയിട്ട് മീതയ്ക്ക് വരും. ഏതാണ് മീതയ്ക്ക് വരിക? ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെച്ചാൽ നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് ഇതുവരെയും എന്തായിരുന്നു? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രോഫോബിക് പാർട്ടാണ് എന്തിലേക്ക് വരുന്നത്? വാട്ടർ സൈഡിലേക്ക് വരുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് എന്താണ്? ഹൈഡ്രോഫോബിക് പറഞ്ഞ എന്താണ്? വാട്ടർ റിപ്പലന്റ്. അപ്പൊ ഈ ഓർ പാർട്ടിക്കിൾസ് along this hydrophilic part എങ്ങോട്ട് വരും? വാട്ടർ റിപ്പലന്റ് ആയ കാരണം കൊണ്ട് they will rise to the surface of the solution. മനസ്സിലായില്ലേ? ഇനി ഈ സർഫേസിൽ വരുമ്പോൾ ഈ ഫ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കുറച്ചു മുമ്പേ പറഞ്ഞത് നമ്മൾ രണ്ടാമത് കളക്ട് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് കളക്ടർ? ദ കളക്ടർ does the adsorption of ore particles on surface of froth. അല്ലേ? ഹൈഡ്രോഫോബിക് പാർട്ട് ഇങ്ങനെ വരും, ഫ്രോത്ത്. അപ്പൊ ഹൈഡ്രോഫോബിക് പാർട്ട് പറഞ്ഞ എന്താണ്? ഇതുവരെയും സൊല്യൂബിൾ ആയി കിടക്കണ ഓർ ഇപ്പൊ എന്തായി മാറി? ഇൻസൊല്യൂബിൾ ആയി. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് അത് ഫ്രോത്ത് ആയിട്ട് എങ്ങോട്ടാണ് വരിക?
froth ആയിട്ട് it rises to the surface and then the froth is collected. ഇനി collectors കഴിഞ്ഞാൽ അടുത്ത റോൾ ഉള്ളതാണ് നമ്മുടെ depressants, or they are also known as activating agents. Depressants or activating agents. നമ്മൾ പറഞ്ഞു preferential wetting of ore particles ആണ് collectorsന്റെ ജോലി. ഇനി എന്താണ് depressants എന്ന് പറഞ്ഞാൽ? The depressants can either it can increase or it can decrease the flotation of ore particle. Flotation of ore particle. It can increase or decrease the flotation of ore particle. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ പറഞ്ഞു മെറ്റൽ സൾഫൈഡ്സിന്റെ കേസിലാണ് നമുക്ക് ഏത് ഉപയോഗിക്കാറ്? നമ്മുടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. നമുക്ക് ഇങ്ങനെ ഒരു മിക്സ്ചർ ആണ് തന്നിരിക്കുന്നത്, ZnS and PbS. ഇവിടെ രണ്ട് കേസിലും നമുക്ക് എന്താണ് സൾഫൈഡ്സ് ഉണ്ട്. സോ നമ്മുടെ ഫ്രോത്തേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ കളക്ടേഴ്സ് ആഡ് ചെയ്തോട്ടെ, എന്ത് ആഡ് ചെയ്താലും രണ്ടും സൾഫൈഡ് ആയ കാരണം കൊണ്ട് രണ്ടും ഫ്രോത്ത് ആവും അല്ലേ? പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് PbS ആണ് മാത്രം സെപ്പറേറ്റ് ചെയ്യേണ്ടത്. രണ്ടും നമുക്ക് ഫ്രോത്ത് ആയി വേണ്ട. അപ്പൊ ഇവിടെ PbS ആണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ZnS എന്തായിട്ടായിരിക്കും? ZnS will be present as what? Impurity. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ZnS impurity എന്ന് പറയുന്നത്? നമുക്ക് എങ്ങനെ തീരുമാനിക്കാം രണ്ടെണ്ണത്തിൽ ഏതായിരിക്കും impurity എന്ന്? ഫോർ എക്സാമ്പിൾ സിൽവർ ആൻഡ് കോപ്പർ തന്നിട്ടുണ്ട്. ഇതിൽ ഏതിന്റെയാണോ പെർസെൻറ്റേജ് ഹയർ that will be present as the ore and the least one will be present as the impurity. അപ്പൊ ഇവിടെ 95% സിൽവറും 5% കോപ്പർ ആയ സ്ഥിതിക്ക് which one will be our impurity? Cu will be impurity. So the which one is the impurity is decided upon the percentage. ഇനി ഇവിടെ നോക്കാം, നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ മിക്സ്ചറിൽ രണ്ടും മെറ്റൽ സൾഫൈഡ് ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് ഏതാണ്? PbS ആണ് വേണ്ടത്. ZnS impurity ആയിട്ടാണ് ഉള്ളത്. സോ ഇവിടെയാണ് നമ്മൾ the so called എന്ത് ആഡ് ചെയ്യുന്നത്? depressants ആഡ് ചെയ്യുന്നത്. സോ depressant function എന്താണ്? It can decrease or increase the flotation of ore particle. For example, ഇവിടെ depressant ആയിട്ട് എക്സാമ്പിൾ നമ്മൾ aqueous NaCN ആണ് നമ്മുടെ depressant ആയിട്ട് ഉപയോഗിക്കാറ്. So the zinc sulfide or the impurity reacts with this one, forming ZnCO4 2-. ഈ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് എന്താണ്? ഇത് വെള്ളത്തിൽ സൊല്യൂബിൾ ആണ്. നമ്മൾ പറഞ്ഞു വെള്ളത്തിൽ സൊല്യൂബിൾ ആവരുത്. തൊട്ട് മുമ്പേ കളക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഫ്രോത്ത് ആയി വരുന്ന വെച്ചാൽ വെള്ളത്തിൽ സൊല്യൂബിൾ ആവാതെ വേണം പതഞ്ഞു വരാൻ. ഇവിടെ പക്ഷെ നമ്മൾ ZnS ആഡ് ചെയ്യുമ്പോൾ ഇത് NaCN ഒപ്പം ഒരു സൊല്യൂബിൾ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇത് സൊല്യൂബിൾ കോംപ്ലക്സ് ആയി ഫോം ചെയ്യണ കാരണം കൊണ്ട് എന്തായിരിക്കും? മെറ്റൽ സൾഫൈഡ് അതിൽ ഉണ്ട് വെച്ചാലും എന്താണ്? It won't form froth. കാരണം എന്താണ്? അത് സൊല്യൂബിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി വിചാരിക്കാൻ നമുക്ക് ഇതിനെ വേണച്ചാൽ ഈ സൊല്യൂബിൾ കോംപ്ലക്സിനെ നമ്മൾ കോപ്പർ സൾഫൈഡിനൊപ്പം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പർ സൾഫൈഡ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ആക്ടിവേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കോപ്പർ സൾഫൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേണച്ചാൽ നമുക്ക് തിരിച്ചത് ഏത് ഫോമിൽ കിട്ടും? ZnS ഫോമിൽ കിട്ടും. സോ രണ്ടും നമുക്ക് മെറ്റൽ സൾഫൈഡ്സ് ആണ്. അതിൽ ഒന്നിനെ നമുക്ക് വേണ്ടു വെച്ചാൽ ഒന്ന് മാത്രമേ സെപ്പറേറ്റ് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യാറ്? ആഡ് ചെയ്യുന്നത് depressant. എക്സാമ്പിൾ ഫോർ depressant ആണ് നമ്മുടെ ഏത്? NaCN. സോ NaCN depressant ആയി ആഡ് ചെയ്ത് എന്തായിരിക്കും? അത് ഒരു സൾഫൈഡ് ഓറിനെ which is present as impurity സൊല്യൂബിൾ ആക്കിയിട്ട് മാറ്റും. സോ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഒരു ചോദ്യം വരാൻ സാധ്യത ഇല്ലെങ്കിൽ why froth flotation is applicable or applied in the case of sulfide ores. Sulfide ores ന്റെ കേസിലാണെന്ന് നമ്മൾ പറഞ്ഞു. Why froth flotation is applied on the case of sulfide ores? എന്താണ് ഇതിന്റെ ആൻസർ? Froth flotation is applied on the case of sulfide ore because എന്താണ്? Sulfide ores ന്റെ കേസിലാണ് preferential wetting of sulfide ores takes place. നമ്മൾ പഠിച്ചു കളക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? അത് അതിന്റെ ഒപ്പം ചേർന്നിട്ട് ഫ്രോത്ത് ആയിട്ടാണ് വരിക. രണ്ടാമത്തെ ചോദ്യം, what is the role of collectors in froth flotation process? What is the role of collectors in froth flotation process? ഈ രണ്ട് ചോദ്യം
ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കി വെക്കുക. പൊതുവെ ചോദിക്കാറുണ്ട് why froth flotation is applied in the case of metal sulfide, because preferential wetting of the sulfide ores takes place. And what is the role of collectors? Collectorsന്റെ റോൾ എന്താണ്? Adsorption of ore particles on surface of froth takes place. ഇനി നമുക്ക് അതേപോലെ തന്നെ what is an example for, write an example for depressant അല്ലെങ്കിൽ frothers നമുക്ക് ചോദിക്കാം. സോ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസും കളക്ടേഴ്സിന്റെ റോളും എല്ലാം പഠിച്ചു വെക്കുക. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.